പത്തനംതിട്ടയിലെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഏഞ്ചൽറിക്കാരാണെങ്കിൽ പുതിയ തന്ത്രങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് നമ്മൾ അബിയും കൂടെ ആണെങ്കിൽ അവരെ സൈഡിലോട്ട് ആക്കാനൊക്കെ അവർ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പുതിയൊരു ഷോപ്പൊക്കെ ഇട്ടിട്ടാണെങ്കിൽ അവിടെ നമ്മൾ അബിയെയും മാനേജറൊക്കെ ആക്കി അവർ ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അനന്തപുരിയിലാണെങ്കിൽ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നവ്യാണെങ്കിൽ പറയുന്നുണ്ട്, നിനക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ചാൻസാണ് ഇത്, നീ കൊണ്ട് കളഞ്ഞിട്ട് പിന്നെ നിനക്ക് വേണ്ടി ഞാൻ ഇനി ആരുടെ നിനക്ക് വേണ്ടി ജോലിക്ക് ഞാൻ സംസാരിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ നമ്മൾ ആണെങ്കിൽ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് അവിടെ ഒരു മാനേജറായിട്ട് കിട്ടാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളതെന്നൊക്കെ നമ്മൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശത്രുക്കളാണെങ്കിലും അവരെ നന്മയെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ എന്തായാലും അവിടെ ചെന്ന് കയറി കഴിഞ്ഞാൽ എന്തായാലും അവരെ ബിസിനസ് ആണെങ്കിൽ കുളം തോണ്ടുകയും ചെയ്യും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ എന്തായാലും അവിടെ ചെന്ന് കയറി, അത് നമുക്കൊരു ആശ്വാസമാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിയെ കളിയാക്കിയൊക്കെ മുത്തശ്ശൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന നമ്മൾ നവ്യയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇത് എന്തൊരു കഷ്ടമാണ്, നിങ്ങളോട്ട് നിങ്ങളെ ജ്വല്ലറി ജോലി കൊടുക്കത്തതും ഇല്ല, പക്ഷേ പുറത്തൊരിടത്ത് പോയി ജോലി ചെയ്യാനും നിങ്ങൾ സമ്മതിക്കത്തില്ല എന്നൊക്കെ നമ്മൾ നവ്യാണെങ്കിൽ കുറച്ച് റോങ് ആയിട്ടൊക്കെ മുത്തശ്ശൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, ഒന്നെങ്കിൽ നിങ്ങൾ മൂർത്തീസ് ജ്വല്ലറിയിൽ അവനിക്ക് ജോലി കൊടുക്കുക, അതല്ലെങ്കിൽ ഏൻ ജ്വല്ലറിയിൽ പോകുന്നതിന് നിങ്ങളിങ്ങനെ അവനെ വിമർശിക്കാതിരിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും നിങ്ങൾ ചെയ്യത്തില്ലെങ്കിൽ പിന്നെ എന്തൊരു കഷ്ടമാണ്, പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ നമ്മൾ നവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട്, അവനിക്ക് നല്ലൊരു ജോലി തന്നെ കൊടുത്തിരുന്നേ അല്ലേ എന്നൊക്കെ ചോദിക്കും. അവന് കട്ടം മോഷ്ടിച്ചും അവന് അവിടെയൊക്കെ നിന്നേ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്, അതുകൊണ്ടല്ലേ അവനെ അവിടെ നിന്ന് ഒഴിവാക്കിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ലാതെ നിൻ്റെ ഭർത്താവിന് ജോലി കൊടുക്കാതെ ഇരുന്നതോ അല്ലാതെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് മുത്തശ്ശൻ പറയും. ആ സമയത്ത് നമ്മൾ ആ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഏഞ്ചലറി പോകുന്നത് ഇനി എന്തോ ഉദ്ദേശിച്ചാണെന്നൊന്നും അറിയാൻ വയ്യ, ഇനി എന്ത് കട്ട് മോഷ്ടിക്കാനാണ് എന്നറിയാൻ വയ്യെന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നവ്യ പറയുന്നുണ്ട്, അതൊന്നും ഓർത്തിട്ട് നിങ്ങളാരും വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മൾ ദേവയാനിക്കാണെങ്കിൽ ഒട്ടും സഹിക്കുകയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ദേവയാനിയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കനകയെ വിളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കനക പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് അവനെ വിളിച്ച് സംസാരിക്കാം, അപ്പം കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നത് കൊണ്ട് അവൻ എന്തായാലും നമ്മൾ പറയുന്നത് കേട്ടിട്ട് അവൻ ആജ്ഞാപിച്ചൊക്കെ അവൻ നിന്നോളും, അല്ലെങ്കിൽ അവൻ്റെ കഥ നമുക്ക് തീർത്തു കൊടുക്കാമെന്നൊക്കെ നമ്മൾ കനകയാണെങ്കിൽ ദേവേനെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ദേവേനെ വെച്ച് ഒന്ന് സമാധാനത്തിലൊക്കെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ദേവേനി പറയുന്നുണ്ട്, അപ്പം കനകയാണെങ്കിൽ നിന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നീ ചെയ്യാനൊക്കെ നമ്മൾ ദേവയാനി പറയുന്നുണ്ട്. അപ്പം നീ എന്തെങ്കിലും ചെയ്ത് ഞങ്ങളിന്ന് സഹായിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ദേവയാനി ഫോണൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ കനകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ അബിയെ വിളിക്കുന്നുണ്ട്. അബിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ പൊന്നാര മരുമോൻ എവിടെയാണ്, മോനിക്കാണെങ്കിൽ ജോലിയൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞല്ലോ മാനേജറായിട്ട് ഏൻ ജ്വല്ലറിയിൽ. അപ്പം നമ്മൾ അബി പറയുന്നുണ്ട്, അങ്ങനെ എനിക്ക് അവിടെ ഒരു ഓഫർ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ കനക പറയുന്നുണ്ട്, എങ്കിൽ മോൻ ആ ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ ആ ലെറ്റർ അങ്ങ് വലിച്ച് കീറി കളഞ്ഞിട്ട് മോൻ അങ്ങ് ആ ജോലിയൊക്കെ അങ്ങ് മറന്നേക്കാനൊക്കെ പറയുന്നുണ്ട്. നീ എന്തായാലും ഏൻ ജ്വല്ലറി പോകാനും പാടില്ല, മൂർത്തീസ് ജ്വല്ലറിക്കെതിരെയാണെങ്കിൽ അവിടെ പോയി ഒരു കാര്യങ്ങൾ നീ ചെയ്യാനും പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നീ എന്തെങ്കിലും പോയി ചെയ്യുകയാണെങ്കിൽ പിന്നെ എൻ്റെ സ്വഭാവം നീ അറിയുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാനാണെങ്കിൽ എൻ്റെ മോളടുത്ത് അങ്ങ് എല്ലാ സത്യങ്ങളും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നിലനിൽപ്പ് പോലും ഇല്ലെന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മോള് കാരണമാണ് നിനക്ക് അവിടെ ജോലി തന്നെ കിട്ടിയതെന്നൊക്കെ നമ്മൾ കനക പറയുന്നുണ്ട്. അതിന് കനക പറയുന്നുണ്ട്, എന്തായാലും നിനക്ക് ആ ജ്വല്ലറി പോകാതിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മോളെ കൂടെ നിനക്ക് നല്ലതുപോലെ ജീവിക്കാം, അതല്ല എങ്കിൽ നിനക്കാണെങ്കിൽ ജീവിതകാലം മൊത്തവും നിനക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അബിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കപ്പെട്ട ഒരവസ്ഥയിലാണ് നമ്മൾ അബി നിൽക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് അബിക്കാണെങ്കിൽ ഇനിയിപ്പോൾ നവ്യടുത്തും അവിടെ ജോയിൻ ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയാനും പറ്റത്തില്ല. ഇനി ജോയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാലാണെങ്കിൽ കനകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ള ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ അബിയും നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.